പറയൂ പറയൂ മഹാരാജൻ വിക്രമദേവൻ, പറയൂ, ആരാണ് നിന്റെ അനന്തരാവകാശി? ആർക്കാണ് ഈ വാതിൽ തുറക്കാൻ സാധിക്കുന്നത്? പറയൂ. ഇത്രയും അത്യാചാരം നടത്തിയതിനു ശേഷം നിനക്ക് നമ്മുടെ വായി തുറപ്പിക്കാൻ സാധിക്കില്ല. ഇപ്പോഴും നിനക്ക് തോന്നുന്നുണ്ടോ നിനക്കതിന് സാധിക്കുമെന്ന്? മഹാരാജൻ വിക്രമദേവൻ, എന്തായാലും നിനക്ക് പറയേണ്ടി വരും. ഈ വാതിൽ ആർക്കാണ് തുറക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ നാം നിനക്ക് എന്ത് ശിക്ഷ നൽകും നിനക്കറിയണോ? അതിഭീകരമായ ശിക്ഷ നൽകും. പിന്നീട് നീ മരണം ആഗ്രഹിച്ചാലും ആ മരണം പോലും നിനക്ക് ലഭിക്കാൻ പോകുന്നില്ല. പറയൂ, ഉച്ചത്തിൽ പറയൂ, പറയൂ, ആരാണത്? പറയൂ പറയൂ, ആരാണത്? ആർക്കാണ് തുറക്കാൻ സാധിക്കുന്നത്? നമ്മെ വധിച്ചു കളഞ്ഞേക്കോ, എന്നാൽ നമ്മുടെ വായിൽ നിന്ന് ഒരക്ഷരം പുറത്തു വരില്ല. നമ്മെ വധിച്ചു കളഞ്ഞേക്കോ. ഈ രൂപനഗരത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയും ഈ അമൃതജലത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ അനന്തരാവകാശിയുടെ നാമം ഒരിക്കലും പുറത്തു പറയാൻ പോകുന്നില്ല. നാം അത് പറയില്ല. രാജ്യത്തിന്റെ അനന്തരാവകാശി നാം ആണല്ലോ. അതിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിലും ആ ശക്തി വന്നു കഴിഞ്ഞു എന്നാണോ? അങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ട്. അല്ല പിതാശ്രീ, രാജ്യത്തിന്റെ ചില പ്രത്യേക പദ്ധതികളും അതുപോലെ രഹസ്യ പദ്ധതികളും ഒരിക്കലും മറ്റാരും അറിയാൻ ഇടയില്ലല്ലോ. അതിന്റെ അർത്ഥം മഹാരാജാവ് നേരത്തെ തന്നെ ആ പദ്ധതി അനുസരിച്ച് നമ്മെ അനന്തരാവകാശിയാക്കി മാറ്റിക്കഴിഞ്ഞു. വീണ്ടി പോകരുത്. ബുദ്ധിശൂന്യനായ ഒരു വിഡ്ഢിക്കാണ് നാം ജന്മം നൽകിയിരിക്കുന്നത്. എന്താ ഈ സമയത്താണോ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത്? ഇല്ല 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 ഇല്ല, നാം പറയാൻ ഉദ്ദേശിച്ചത് അപ്രകാരവും സംഭവിക്കാൻ ഇടയുണ്ട്. അതിനർത്ഥം നാം ഒരിക്കലുമല്ല. അല്ല, നാം അനന്തരാവകാശിയുമല്ല, നാം രാജാവായേക്കാം. അത് മാത്രമാണ് നാം പറഞ്ഞത്. എന്നാൽ നാം രാജാവല്ലല്ലോ. പോകൂ, വേഗം ചെന്ന് ഗുഹാ കവാടം തുറക്കൂ. ഇനി അഥവാ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഗുഹാ കവാടം തുറക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് എന്താണ് സംഭവിക്കുക? പോകൂ. അല്ല, അത് നാം അല്ല. എങ്കിൽ മഹാരാജാവ് ആരെയാണ് അനന്തരാവകാശിയാക്കി മാറ്റിയത്? കവാടം തുറക്കൂ, ഈ കവാടം തുറക്കൂ. തുറക്കാനാ പറഞ്ഞത്. ആരെങ്കിലും ഒന്ന് ഈ കവാടം തുറക്കൂ. നമ്മെ ഇവിടെ നിന്ന് പുറത്തിറക്കും. കവാടം തുറക്കൂ. ആരെങ്കിലും വന്ന് ഈ കവാടം ഒന്ന് തുറക്കൂ. ആരെങ്കിലും ഉണ്ടോ അവിടെ? നമ്മെ മോചിതയാക്കൂ.